മന്ത്രിമാരെ അയോഗ്യരാക്കുന്ന ബില്ലിനെതിരെ കനത്ത പ്രതിഷേധമാണ് ലോക്സഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി വീണ്ടും സഭയിലേക്ക്. ബില്ലിനെതിരെ സഭയിൽ ഇരുസഭകളിലും വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരുകളെ ഇല്ലാതാക്കാനുള്ള നീക്കം എന്ന് പ്രതിപക്ഷ നേതാക്കളെല്ലാം സംസാരിച്ചവരെല്ലാം അങ്ങനെ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലെന്നും സംസ്ഥാന സർക്കാരുകളെ ഇല്ലാതാക്കാനുള്ള നീക്കമെന്നും അസദുദ്ദീൻ ഉവൈസി അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നു. 3 മണിവരെ സഭ വീണ്ടും പിരിഞ്ഞിരിക്കുന്നു. നേരത്തെയും പ്രതിഷേധത്തെ തുടർന്ന് സഭ 2 സമയം പിരിഞ്ഞതാണ്. വീണ്ടും 3 മണിവരെ പിരിഞ്ഞിരിക്കുന്നു സഭ. ധനസുമോദ് വീണ്ടും സഭ തുടങ്ങിയപ്പോഴും കനത്ത പ്രതിഷേധത്തിനിടെയാണ് അമിത്ഷാക്ക് ബിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തേണ്ടി വന്നത്. അതിനിടയിൽ തന്നെ സംസാരിച്ചവരെല്ലാം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. പിന്നീട് തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ എങ്ങനെയാണ് വീണ്ടും പിരിഞ്ഞത്? ഈ 2 മണിക്ക് സഭ ആരംഭിച്ചപ്പോൾ തന്നെ ബിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. പക്ഷേ ബിൽ അവതരണത്തെ എതിർത്തുകൊണ്ട് നിരവധി എംപിമാർ ഇതിനകം തന്നെ സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലാണ് അവർ എതിർക്കുന്നത് എന്നുള്ള സംസാരിക്കാൻ അവർക്ക് അവസരം നൽകണം എന്ന് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട വിഷയമുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അസദുദ്ദീൻ ഉവൈസിയാണ് ആദ്യം സംസാരിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിച്ചത് എല്ലാവിധ അടിസ്ഥാനപരമായ ഭരണഘടനയുടെ എല്ലാ ലംഘനവും നടത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം എതിർത്തത്. മാത്രമല്ല ഈ ബില്ലിലെ നടപടിക്രമങ്ങൾ മുഴുവനും തെറ്റാണ്. എംപിമാർക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് അവർക്ക് എന്താണ് ബില്ലിന്റെ കണ്ടന്റ് എന്നുള്ള തരത്തിലുള്ള ഒരു നോട്ടീസെങ്കിലും നൽകിയത് എന്നുള്ള ചൂണ്ടിക്കാട്ടി എൻ കെ പ്രേമചന്ദ്രനും എതിർത്തു. മാത്രമല്ല മൌലിക അവകാശങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ് ഈ ബിൽ എന്നാണ് മനീഷ് തിവാരി പറഞ്ഞത്. അതിനുശേഷം പിന്നീട് നാം കാണുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും PSC ചെയർമാനുമായിട്ടുള്ള KC വേണുഗോപാലും അമിത്ഷായും നേർക്കുനേർ നിന്ന് പോരാടുന്നത് തന്നെയായിരുന്നു. KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത് ഇതിനു മുമ്പ് അറസ്റ്റിലായിട്ടുള്ള ആള് തന്നെയാണ്, കേസുണ്ടായിരുന്ന ആള് തന്നെയാണ് അമിത്ഷാ എന്നുള്ള കാര്യം എടുത്ത കാര്യം പറഞ്ഞു. പക്ഷേ ആ സമയത്ത് അമിത്ഷാ പറയുന്നത് തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സമയത്തെല്ലാം താൻ പദവി ഒഴിയുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷമാണ് താൻ ഓരോ പദവിയിൽ വന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല അമിത്ഷാ രാജിവെക്കുമോ എന്നുള്ള കാര്യം തന്നെയായിരുന്നു എടുത്തെടുത്ത് പലതവണ KC വേണുഗോപാൽ ചോദിച്ചത്. ആ സമയത്താണ് ക്ഷുഭിതനായിക്കൊണ്ട് തന്നെ അമിത്ഷാ ചോദിച്ചത് ഇത്ര ഒരു വെപ്രാളപ്പെടുന്നത് എന്തിനാണ് എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. ഏതായാലും ചർച്ചക്കിടയിൽ തന്നെ ബില്ല് JPCക്ക് വിടാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം അടക്കം സംസാരിച്ചിരുന്നു. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ബില്ല് പാസ്സാക്കുമ്പോൾ സാധാരണ വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ വോട്ടിംഗ് കൊടുക്കുന്നതാണ്. ആ തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നൊന്നുമില്ല. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. ബില്ല് അവതരണം നടത്തിയിരിക്കുകയാണ്.